ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആട്ടോ ഇത്. ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പം രാവിലെ ഞാൻ കണ്ണും തിരുമ്മി വന്നിട്ട് 7 മണി ആയിട്ടുണ്ട് കേട്ടോ. സമയം ലേറ്റ് ആകുമോ എന്നൊരു ടെൻഷൻ ഉണ്ട്. ആവത്തൊന്നുമില്ല, കാരണം ഞാൻ തലേ ദിവസം തന്നെ കണ്ടോ സകല പരിപാടിയും ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം നേരെ എൻ്റെ കുക്കിങ്ങുകൾ മാത്രം ചെയ്താൽ മതി കേട്ടോ, വേറെ ആലോചിച്ച് പിടിച്ചൊന്നും നിൽക്കാനില്ല. അപ്പം ഞാൻ രാവിലെ ഇഡലി ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് ഞാൻ തലേ ദിവസമേ തന്നെ ഇഡലി പാത്രത്തിൽ വെള്ളം വരെ എടുത്ത്, പിന്നെ നമ്മുടെ ഇഡലി കോരി ഒഴിക്കുന്ന തട്ടയിൽ എണ്ണയും എല്ലാം തൂത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് വന്നാൽ മതി. 7 മണിയാകുമ്പോൾ വന്നാൽ 7:45 പരിപാടിയൊക്കെ കഴിയും കേട്ടോ. എന്നാലും ഒരു ഉള്ളിനുള്ളൊരു ടെൻഷൻ ഉണ്ട്, കാരണം ആദ്യക്കുട്ടനെ ലേറ്റ് ആകുമോ എന്നൊരു പേടിയുണ്ട്. അവർക്ക് 8:40 മുന്നിൽ 8:45 ഒക്കെ ആകുന്നതിന് മുന്നിൽ സ്കൂളിൽ ഗേറ്റിനുള്ളിൽ കയറണം. അപ്പം സുഖമായിട്ട് നമുക്ക് 7 മണിക്ക് ഞാൻ ഏറ്റാലും ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുമേ. ഞാനാണെങ്കിൽ ഉറങ്ങാൻ നല്ല ഇഷ്ടമുള്ള, രാവിലെ ഉറങ്ങാൻ വേണ്ടി നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലുമാണ്. അപ്പോൾ അതേണ്ട 7:03 ഇഡലി അടുപ്പേ കയറ്റി കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആടി തൂങ്ങി എല്ലാം തേച്ച് ഓരോന്നും ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ചുകൂടി സമയം എടുക്കുമല്ലോ. അങ്ങനെ ഇഡലി അടുപ്പേ കയറ്റി ഇനിയിപ്പോൾ നേരെ ഫ്രിഡ്ജ് തുറന്നിട്ട് എന്നതാ അടുത്ത പരിപാടി ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. പിന്നെ ചമ്മന്തിക്ക് ഇന്ന് ചമ്മന്തി അല്ല, സാമ്പാറിനുള്ളത് എല്ലാം അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അരിഞ്ഞ് കുക്കറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുളിയും എല്ലാം അതിനകത്ത് ഇട്ട് വെച്ചേക്കുവേ. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ പൊടി ചേർക്കാത്തൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പരിപ്പും കുതിർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നേരെ ഇപ്പം അതിനകത്തോട്ട് ഒഴിച്ചാൽ മതിയേ. പരിപ്പിൻ്റെ വെള്ളമൊന്നും നമ്മൾ കളയില്ല, കുതിർത്ത് വെക്കുന്ന വെള്ളത്തോടു കൂടി ചേർക്കുന്ന കേട്ടോ നല്ലത്. ഒന്നുകൂടെ നല്ല കുറുകിയ സാമ്പാർ കിട്ടുവേ. പിന്നെ ആവശ്യത്തിന് വേണ്ട കായപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളേ. അത്രയും ചേർത്ത് പാകത്തിന് വെള്ളം ഉപ്പും കൂടെ ചേർത്ത് പാകത്തിനുള്ള ഒരു വെള്ളവും കൂടെ, കണ്ടമാനം വെള്ളം ഒഴിക്കത്തില്ല ഞാൻ ആദ്യമേ, കാരണം കുഞ്ഞു കുക്കറായതുകൊണ്ട് എല്ലാം കൂടെ വിസിലടിക്കുമ്പോഴത്തേനും തിളച്ച് ചാടി ഇങ്ങ് വരുവേ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കത്തുള്ളൂ. ഇത് വേഗം അടി പിടിക്കാതെയൊക്കെ ഇരിക്കാൻ പാകത്തിന് മാത്രം ഒന്ന് വെള്ളം ചേർക്കും. പിന്നെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോൾ ചേർത്തേച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നേ. എപ്പോഴും ഞാൻ കുറച്ച് വെള്ളം ചേർക്കാറുണ്ടായിരുന്നുള്ളൂ, നന്നായിട്ട് വെന്തോളുമല്ലോ കുറച്ച് വെള്ളം ഉള്ളതിന് വിസിലടിക്കുമ്പോഴേ. അങ്ങനെ വെച്ച് ഒരു 4 വിസിലൊക്കെ ഞാൻ അടുപ്പിക്കുവേ. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കഷ്ണമൊക്കെ. അപ്പോൾ ഇത് മുറം കണ്ടോന്ന് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഞാൻ മുറം മേടിക്കുക, ഞങ്ങളാണെങ്കിൽ വേറെ പാത്രക്കടയിൽ ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ മുറം നോക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അമ്മ പറഞ്ഞു മേടിക്കണ്ട, അവിടെ 3 മുറം ഇവരെവിടെയോ പോയപ്പോഴത്തേനും അങ്ങനെ സെറ്റായിട്ട് 3 മുറം ഉണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചില്ല, എനിക്ക് കുഞ്ഞത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുഞ്ഞു മുറം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുറച്ചായിട്ടൊരു മുറം മേടിക്കണം എന്ന് ഞാൻ ഓർത്തോണ്ടിരുന്നതാ. അപ്പം അങ്ങനെ മുറം കിട്ടി. ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തുണ്ടല്ലോ ഞാനിപ്പോൾ എല്ലാം ഇൻഡക്ഷനിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് കറണ്ട് ഏതായാലും പോയി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് വന്നപ്പോൾ വെട്ടം വെളിച്ചൊന്നും ഇല്ല, കറണ്ട് പോയി. ഇനിയിപ്പോൾ ചായ വെക്കണം. പിന്നെ ഇവർക്ക് മുട്ട പുഴുങ്ങി രാവിലെ കൊടുക്കാൻ. അപ്പോൾ നോക്കിയപ്പോൾ 2 മുട്ടയേ ഉള്ളൂ. പിന്നെ ഉള്ളതാട്ടെ ബാക്കി ഇഡലിയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്ത്. പക്ഷേ ഇവരാരും വേറെ ഇഡലി അങ്ങനത്തെ ഒന്നും രാവിലെ കഴിക്കത്തില്ലേ. അപ്പോൾ ഉള്ളത് മുട്ട പുഴുങ്ങാന്ന് ഓർത്ത് എടുത്തു. ഇനിയിപ്പോൾ എല്ലാം ഇന്ന് ഗ്യാസ് സ്റ്റൗവേ വെക്കണം, ഇൻഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് മുട്ടയും പഴവും എല്ലാം കഴുകിയെടുക്കും. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ മുട്ട കഴുകുമ്പോൾ ഉണ്ടോ പെട്ടെന്ന് അങ്ങ് വിരിഞ്ഞു പോകും. അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലേ, വെള്ളത്തിൽ ഇട്ടതും കണ്ട് വിരിഞ്ഞ് വരിക. അതെന്നാണോ അങ്ങനെ. പക്ഷെ ഞാൻ കേടായിരിക്കും, ഇന്നാളൊരു പ്രാവശ്യം ഇതുപോലെ ഓർത്ത് ഇനി ആയിരിക്കുമെന്ന് ഓർത്ത്. പക്ഷെ കേടൊന്നും അല്ല, മുട്ടയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ വെള്ളം വീഴുമ്പോഴത്തേനും തൊണ്ടിനൊട്ടും കനവില്ലെന്ന് തോന്നുന്നു, പെട്ടെന്ന് അങ്ങ് വിരിഞ്ഞു വരും, പൊട്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള മുട്ട ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് തിളച്ച് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഉപ്പിട്ട വെള്ളം ചൂടായി വരുമ്പോൾ അതിനകത്തോട്ടൊരു സ്പൂണിലോ തവിയിലോ എല്ലാം പതുക്കെ മുട്ട അങ്ങോട്ട് ഇറക്കി വെക്കും. അപ്പം പെട്ടെന്ന് തന്നെ അതൊന്ന്, എന്നിട്ട് തീ ഏറ്റവും കുറച്ചിടും കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് പെട്ടെന്ന് ആ മുട്ടയൊന്നിങ്ങനെ കട്ടി പിടിച്ച് വരുമ്പോൾ ഒട്ടും തന്നെ തിളച്ച് അത് വെന്ത് ഇങ്ങനെ ചാടുകയല്ലേ പുറത്തോട്ട്, അങ്ങനെ പോകത്തില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പൊട്ടിയ മുട്ട കാണുവാണെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലാത്തപ്പോഴാണ് പൊട്ടിച്ചാടിയൊക്കെ പോവാറുള്ളത്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായ വെച്ചു. ചായ വെച്ചതേ കൊണ്ട് കൊടുത്തു. പിന്നെ വേണ്ട നമ്മുടെ സാമ്പാറിനുള്ള എല്ലാം ഇതേ ചൂടാക്കുവാണ്. മുളക് പൊടി, കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടുവേ. കഷ്ണത്തിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇവിടെ ചേർക്കും. പിന്നെ മുളക്, മഞ്ഞൾ, മല്ലിയാണ് കേട്ടോ കൂടുതലിടുവേ. നല്ല കുറുകുറാന്നിരിക്കും കറി. അപ്പം മുളക്, മല്ലി, മഞ്ഞൾ, ഉലുവയും ഇത്ര സാധനം ചേർക്കും. ഉലുവ നല്ലൊരു കുറുകാനും, പിന്നെ ഉലുവ സാമ്പാറിന് വേണമല്ലോ, അതെല്ലാം കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കുന്നത്. എന്നിട്ട് പിന്നെ അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല കുറുകിയ കറി കിട്ടും കേട്ടോ ഇങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതവിടെ മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഇതുപോലെ ഞാനൊന്ന് കടുക് വറുത്തിട്ട് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയിൽ അതൊന്ന് തിരിച്ചിട്ടതാണ് കേട്ടോ. ചിലപ്പോൾ ഈ മണ്ടഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അവിടെ മാത്രം ഒരു ചെറിയ വേവാത്ത പോലെ ഇങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ സാഹസികമായിട്ടൊന്നും കണ്ടോ മറിച്ചിട്ടു, കൈവച്ചൊന്ന് നീക്കിയിട്ട് തിരിച്ചിട്ടേ. അപ്പോൾ പിന്നെ വെണ്ടയ്ക്കായ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എനിക്കാണെങ്കിൽ നേരത്തെ ഈ സാമ്പാറിനകത്തുനിന്ന് വെണ്ടയ്ക്കായും തക്കാളിയും ഒന്നും ഇഷ്ടമില്ല. ആകെപ്പാടെ കിഴങ്ങും പിന്നെ ചിലപ്പോൾ ക്യാരറ്റും മാത്രം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളേ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ടിട്ട് ഇത് എന്താ നമ്മുടെ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വഴറ്റിയിട്ട് സെപ്പറേറ്റ് അങ്ങോട്ട് ചേർക്കത്തേ ഉള്ളൂ, നല്ല രുചിയാണ്. അപ്പം അതവിടെ കിഴങ്ങ് വഴലുന്നുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ഇഡലി ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇഡലിയൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോഴും ആ മാവ് പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല മനസ്സിലൊരു സമാധാനമാണ്. ചെയ്തു വെച്ച കാര്യം ഓക്കെ ആണല്ലോ. ഞാൻ അടുത്ത സാഹസിക പരിപാടി ചെയ്തത് കേട്ടോ. ചൂടാണ് എന്നാലും ഞാൻ ഒന്ന് പൊക്കിയെടുക്കാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ കൈ പൊള്ളി കേട്ടോ. കൂടുതൽ സാഹസികതയ്ക്ക് നിന്ന ഇതൊക്കെയാണ് കുഴപ്പം. അതിപ്പോൾ എല്ലാം നമുക്ക് ചൂടും ഒന്നും പേടിയില്ല എന്നുള്ള രീതിയിൽ എല്ലാ സാധനവും മറ്റേ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ കല്യാണത്തിന് മുന്നിലാണ് ചെറുതായിട്ടൊന്ന് എന്തേലും ഒന്ന് തൊടുവോ മുറിയോ പൊള്ളുവോ എന്നേലും ചെയ്ത് നമ്മളതും കൊണ്ടു നടക്കുമല്ലേ. ഇപ്പോൾ പിന്നെ എല്ലാം നെവർ മൈൻഡ് ആയല്ലേ. അങ്ങനെ എന്തായാലും ഇഡലി അവിടെ ആയപ്പോഴത്തേനും ആദിക്കുട്ടൻ അവിടെ കിടന്ന് വിളിക്കാൻ തുടങ്ങി, അമ്മേ. അപ്പോൾ അതേ ആദിക്കുട്ടൻ ഉള്ള പാലും എടുത്തുകൊണ്ട് ഞാൻ ചെന്നാണ്. സുന്ദരാ പിച്ചമ്മയുടെയും കൂടെ എടുത്തോണ്ട് പോയിട്ടെ കേട്ടോ. അപ്പം ഞാനും ഇതുവരെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാനും ആ സമയത്ത് പോയിരുന്നു ആദിക്കുട്ടൻ്റെ കൂടെ ഇരുന്ന് അങ്ങ് ചായ കുടിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ സാമ്പാറിന് കടുക് വറക്കണം, പിന്നെ ഇവർക്കുള്ള എല്ലാം പൊതി കെട്ടണം, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവിടെ ഇരുന്ന് സമാധാനത്തോടെ കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ആദിക്കുട്ടൻ ചോദിക്കുകയും ചെയ്തു, ഇന്ന് തന്നെ അമ്മ വീഡിയോ എടുക്കുവാണോ രാവിലെ തന്നെ എന്ന്. കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ രാവിലെ തൊട്ടുള്ള പരിപാടിയൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ആദ്യക്കൂടെ ഒന്ന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പിന്നെ ഞാൻ നേരെ സാമ്പാർ അപ്പോഴത്തേനും ഇതെല്ലാം കഷ്ണമെല്ലാം വെന്തിരിക്കുമായിരുന്നല്ലോ, എല്ലാം ചേർത്ത് അരപ്പും എല്ലാം ഇട്ട് നമ്മുടെ വെണ്ടയ്ക്കായുടെ ആ കടുക് വറുത്ത വെണ്ടയ്ക്കായുടെ പാത്രത്തിലോട്ട് അതുപടി ഇടുക കേട്ടോ ചെയ്തത്. ഈ വെന്ത കഷ്ണവും പൊടി അരച്ചതും എല്ലാം കൂടെ. എന്നിട്ട് ഞാൻ ഈ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ കുറച്ച് ചെറിയ ഇച്ചിരി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചും കൂടെ ചേർക്കും കേട്ടോ. അത് നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടം. നേരത്തെ ഞാൻ സാമ്പാർ കൂട്ടത്തേ ഇല്ല ഞാൻ ആളായിരുന്നേ. ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ സാമ്പാർ. ഞാനിങ്ങനെ വറുത്തരച്ച് വെക്കും, പിന്നെ ഇങ്ങനെ വെക്കുന്നതൊക്കെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സാമ്പാർ പൊടി ഇടുന്ന സാമ്പാർ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് വയറ് വേദനയും എടുക്കും, പിന്നെ എനിക്ക് കൂട്ടാനും എന്തോ ഒരു കാണുമ്പോൾ കൂട്ടാൻ തോന്നത്തില്ല. ഇതൊക്കെ എനിക്കിപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാമ്പാർ പൊടി ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് സാമ്പാറൊക്കെ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയില്ലാത്തവരെങ്ങാനും കാണുന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇല്ലാതിരിക്കുന്ന ടൈമിൽ വിഷമിക്കേണ്ട കേട്ടോ. സൂപ്പറായിട്ട് വെക്കാൻ പറ്റുമേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ആരും എന്നെ കളിയാക്കില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നതിന്. അപ്പോൾ അവനെ കളിയാക്കാനാരും കമൻറ്റൊന്നും ഇടാറില്ല, കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ആദിക്കുട്ടൻ്റെ ഷൂ വെളിയിലായിരുന്നേ, ഒന്ന് തുടയ്ക്കണമായിരുന്നു. അപ്പം ഞാനും ആദിക്കുട്ടനോട് വെളിയിൽ പോയിന്ന് ഷൂ ഒക്കെ തുടച്ചിടുക. അപ്പം നമ്മുടെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ തമിഴ് ഫാമിലി ഉണ്ട്. അവർ ട്വിൻസ് പിള്ളേർ കേട്ടോ. ആദിക്കുട്ടൻ്റെ സെയിം ഏജ്, ഒരു ഇത്തിരി മാസത്തിനെന്തോ വ്യത്യാസമുണ്ട്, ഒരിളയതാട്ടോ. അപ്പോൾ അവർ ഇതുപോലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ ക്യാമറ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവൻ നോക്കുന്നത്. ഇവർ ട്വിൻസാട്ടോ. അപ്പോൾ ആദിക്കുട്ടനും ഇവരും ഫ്രണ്ട്സ്. അപ്പം കുറേ നേരം അവിടെ നിന്ന് ഞങ്ങളവിടെ നിന്ന് അത്രയും നേരം അവരും അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അവന്മാരും റെഡിയായിട്ട് നിൽക്കുവാണ്. ആദിക്കുട്ടനെ ഞാൻ വൈകിട്ട് കളിക്കാൻ വിടാത്തതുകൊണ്ട് ഇവർക്ക് കാണുമ്പോൾ ഒത്തിരി വർത്താനം പറയാണ്ട് കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോഴേ. അങ്ങനെ
രണ്ടുപേരും സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് കയറി വരാം. പിന്നെ പാല് കിട്ടിയില്ല കേട്ടോ, ആ കട അടവായിരുന്നു. എനിക്കാണെങ്കിൽ പാലും മേടിക്കണമായിരുന്നു, മുട്ടയും മേടിക്കണമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കയറാമെന്നോർത്ത് ഞാൻ തിരിച്ച് വരുവാണ്. ഇനിയിപ്പം നേരെ കയറിയിട്ട് ഇഡലി എല്ലാം കഴിക്കണം. ഇഡലി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ വരുമ്പോഴേ നല്ല വിശപ്പാട്ടോ. രാവിലെ ഈ ഓടിപ്പിടിച്ച് അതും ഇതും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴത്തേനും ഒരു വിശപ്പുണ്ട്. ആ സമയം ഇവിടെ ഇരിക്കുന്ന ദിവസമാണ് വിശപ്പേ ഇല്ല. അതായത് ഇവർക്ക് പോകണ്ടാത്ത ദിവസം എല്ലാം താമസം കേട്ടോ. ഇവർക്ക് പോകേണ്ട ദിവസം എനിക്കും രാവിലെ കഴിക്കാനൊക്കെ തോന്നും. അപ്പം ഞാൻ ആദ്യക്കുട്ടൻ ഒരു 2-2.5 ഇഡലി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പകുതി കേട്ടോ അത്. അപ്പോൾ ആദ്യമൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ കൊടുത്തുവിട്ടാൽ കൂടുതൽ കൊടുത്തുവിട്ടാൽ മിച്ചം കൊണ്ടുവരും. മിച്ചം കൊണ്ടുവന്നാൽ ചിലപ്പോൾ ടീച്ചർ വഴക്കും പറയും. അതുകൊണ്ട് അത്രയൊക്കെ കൊടുത്തു വിടാറുള്ളൂ. ഹായ്, അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേഗം പോയി കുളിച്ചിട്ടൊക്കെ ഒന്ന് വന്നേ. എന്താന്ന് വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം. അപ്പം അത് വരുമെന്ന് അവര് 11 മണിക്ക് മുന്നിലായിട്ട് വരുമെന്ന് മെസ്സേജ് കണ്ടു. അപ്പൊ അവര് പറയുന്ന സമയത്ത് ഒരിക്കലും വരാറില്ല. എന്നാൽ പോലും ഞാൻ തലയിൽ കുളിക്കാൻ എണ്ണയും വെച്ചായിരുന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് കയറി കുളിച്ച്, ഇൻ കേസ് വന്നാലോ എന്ന് ഓർത്ത് വേഗം കുളിച്ചെന്ന് ഇറങ്ങി. പക്ഷെ ഇതുവരെ വന്നില്ല കേട്ടോ. ഇപ്പൊ സമയം 11:30 അപ്പൊ ഇനി ഞാന് നമ്മുടെ ആദ്യക്കുട്ട എന്നോട്, ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് 2-3 ദിവസമായി കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഒത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ആദ്യക്കുട്ടനാണ് എന്നോട് വന്നപ്പോ തൊട്ട് എന്തോ കണ്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ പാളയംകോടൻ പഴവും ഇരിപ്പുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ എന്തോ പറഞ്ഞപ്പോഴോ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓർത്തിരുന്ന് ചില ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കാന്ന്. പിന്നെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചില്ലേ, ഉണ്ണിയപ്പച്ചട്ടി, അതില്ല എനിക്ക്. അപ്പം അതില്ലാതെ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പില് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ നോക്കി, ഇങ്ങനെ ഇപ്പം യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലേ. അപ്പൊ ഞാന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് ഓർത്തോണ്ടിരിക്കുക. ആദ്യക്കൂട്ടം വരുമ്പോഴത്തേനും 1-2 ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കാം. ഷേപ്പ് ഉണ്ടെങ്കിലും ഇല്ലാലും എന്തായാലും ഉണ്ടാക്കാന്ന് ഓർത്തിരിക്കുക. അപ്പം ഞാൻ ആ വീഡിയോ ഷോർട്സ് ആയിട്ട് എടുക്കാന്ന് ഓർത്തിരിക്കും. അപ്പൊ എന്നിട്ട് ഒക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഇടും, ഒക്കുവാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടുള്ളത് ഞാൻ ഇടാം കേട്ടോ. പിന്നെ കാണിച്ചു തരാം എങ്ങനെയാണേ. അപ്പൊ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പൊ തേങ്ങ ഒക്കെ കുറെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും അമ്മയൊക്കെ തന്നു വിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോ ഞാൻ വന്നു കഴിഞ്ഞിട്ട് 2ാമത്തെ തേങ്ങയാ. അപ്പൊ ഇത് കണ്ട് ഇതിന് പൊങ്ങുണ്ട്, കിളുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കും ആദ്യം വലിയ ഇഷ്ടം ഇതിനകത്തുള്ള ഈ പൊങ്ങ്. അപ്പൊ ഞാൻ ആ കിളുത്തത് തന്നെ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് പൊട്ടിച്ചു നോക്കട്ടെ ഇനി ഉണ്ടോ എന്ന്. അപ്പൊ തേങ്ങ ഉണ്ണിയപ്പത്തിനകത്ത് ഇങ്ങനെ കൊത്തി ഇടുമല്ലോ വറുത്തിട്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്കി ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാവേ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് എടുത്തിട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡും ചെയ്യാവേ. തേങ്ങ പൊട്ടിക്കട്ടെ. തേങ്ങ പറ്റിച്ചു. പൊങ്ങ് ഭയങ്കര കുറവായിരുന്നു. ഞാനാണെങ്കിൽ പൊങ്ങ് കഴിക്കാമെന്നുള്ളത് പകുതി ആദ്യക്കുട്ടിനും വെക്കാം, പകുതി ഞാനും കഴിക്കാമെന്നൊക്കെ അതിൻ്റെ കിളിപ്പ് കണ്ടപ്പോൾ ഞാൻ വലിയൊരു തേങ്ങയുടെ അത്രയുള്ള പൊങ്ങാണ് കേട്ടോ പ്രതീക്ഷിച്ച്. ഒരു കുരുപ്പ് പൊങ്ങ്. പിന്നെ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. കാരണം രാവിലെ തേങ്ങ പൊട്ടിച്ചിട്ട് ഇനി വൈകുന്നേരം വരെ അതിൻ്റെ സാധനം വെച്ചിരുന്ന് കൊടുത്തു വല്ലോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഓർത്ത്. പിന്നെ ചെറുതുമായിരുന്നല്ലോ, അല്ല ഞാൻ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ചേന്. അപ്പം പിന്നെ ഞാനതങ്ങ് കഴിച്ചു. ശകലം തേങ്ങാവെള്ളം കിട്ടി കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള തേങ്ങാവെള്ളം. ഇങ്ങനെ ഈ പൊങ്ങുള്ള തേങ്ങയിലെ വെള്ളത്തിന് ഭയങ്കര മധുരമാണല്ലോ. അപ്പം അതും കുടിച്ചു. അപ്പം ഇതാ കേട്ടോ എൻ്റെ ഉണ്ണിയപ്പം. അയ്യോ, ഒരു ഷേപ്പും ഇല്ല കേട്ടോ, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആ ഷോർട്സ് ആക്കി ഇടാമെന്ന് പറഞ്ഞല്ലോ ഒരു വീഡിയോ, അത് ഒക്കാത്ത കൊണ്ട് ഇടണോ വേണ്ടോ എന്നൊക്കെ ഓർത്തു. പിന്നെ ഞാൻ ഓർത്ത് ഒത്തില്ല മീൻസ് ആ ഒരു ട്രിക്ക് ഒത്തില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇടാം എന്നോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, അപ്പൊ എന്റെ ഷേപ്പില്ലാത്ത ഉണ്ണിയപ്പം കണ്ടല്ലോ അല്ലെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റ്. കഴിച്ചപ്പോ പിന്നെയും കഴിച്ചോണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഷേപ്പില്ലാതെ പോയി. സാരമില്ല, നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോ എന്തിനാ ഷേപ്പ് അല്ലേ. അപ്പൊ ആദ്യക്കുട്ടനെ തൃപ്തിപ്പെടുത്താതൊക്കെ മതി. ഒരു ചെറിയൊരു വട്ടം ഷേപ്പ് ഉണ്ടല്ലോ, അതൊക്കെ മതിയെന്ന് ഞാൻ നോക്കാം എന്നെ പറയുന്നതെന്ന്. അപ്പം എന്തായാലും സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുവേ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എണ്ണയാണേലും അധികം ഒന്നും കുടിച്ചിട്ട്, ഇനി ഇതിനകത്ത് എണ്ണ മിച്ചമുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ, പിന്നെ ഒഴിച്ചിട്ടുമില്ല. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഉണ്ണിയപ്പം പെട്ടെന്ന് നമുക്ക് കഴിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയും കൂടെ ഉണ്ട്, ഷേപ്പ് വെക്കും. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇനിയിപ്പോ ഉച്ചയായി, ചോറുണ്ണണം. പിന്നെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കണം. ആദ്യക്കുട്ടനെ കൊണ്ടുവരാൻ പോകണം, ഉണ്ണിയപ്പം കൊടുക്കണം, അങ്ങനെയൊക്കെ.
അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പം ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുക്കാം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഓർഡർ അന്നേരം കേട്ടോ വന്നത്. രാവിലെ വരും എന്നും 11 മണിക്ക് മുന്നേ വരും എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇട്ടിരുന്ന മെസ്സേജാണ്. അപ്പം ഞാൻ തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനുമാണ് ഇത് വന്നത്. അപ്പം ഞാൻ തുണി അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ പുറത്ത് മഴ. മഴ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. എന്നാലും ആദ്യക്കുട്ടിനെ വിളിക്കാൻ പോകാൻ നേരമൊക്കെ ആയി വരുമായിരുന്നു. അപ്പം ഞാനൊരു ചെറുതായിട്ടൊന്ന് കിടന്നിട്ടൊക്കെ ഏറ്റപ്പോഴും മഴ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കാലം കുടയൊക്കെ എടുത്ത് അങ്ങനെ സ്കൂളിൽ പോയി ഞാനും ആദ്യക്കുട്ടിയും തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നോടെ വന്നേ ആദ്യക്കുട്ടിനെ ഞാൻ കുളിപ്പിച്ചേ. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഷൂവും കാലൊക്കെ അങ്ങ് നനയുകയൊക്കെ ചെയ്തു. അപ്പോൾ അല്ലെങ്കിലും ഇവിടെ വൈകുന്നേരം അവനെ ഞാൻ കൂടുതൽ കുളിപ്പീര്. അപ്പം അവന് ഒരു ജലദോഷവും ഒരു ചുമയൊക്കെ ഉണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ രാസ്നാദി നമ്മുടെ ഒരു ആയുർവേദ കട, നാഗാർജുനയോ ഏതൊരു ആയുർവേദ കട ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് രാസ്നാദിപ്പൊടി നല്ല മണമുള്ളത് അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്ക് 100 സംശയങ്ങൾ കേട്ടോ രാസ്നാദിപ്പൊടി കണ്ടപ്പോൾ. ഇത് മണലാണോ, അങ്ങനെ ഇതെന്നത്തിന് ഇടുന്നേ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു ശകലം. എന്നാൽ ഇതുപോലെ അതിന് വേറൊരു കളറായിരുന്നു. ഇതൊന്നും ഇവിടെ ഒരു മണൽ പോലെയൊക്കെ. അപ്പോൾ അവനെ കുളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞ് കയ്യോടെ ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആദ്യമേ അവനത് തുറന്ന് നോക്കുന്നു. അവനങ്ങ് ഹാപ്പി ആയി കേട്ടോ. കാരണം മറന്നു പോയായിരുന്നു. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെക്കുമെന്ന് അവന് ഓർത്തേ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഉണ്ണിയപ്പം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ ഉണ്ടാക്കിയോ, മറന്നു പോയില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് കേട്ടപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞു കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയവരൊക്കെ അങ്ങനെയാണല്ലോ, അധികം നമുക്ക് വലിയ കോംപ്ലിമെൻറ്റ്സ് ഒന്നും തരത്തില്ലല്ലോ, ചോദിച്ചു മേടിക്കണമല്ലോ. പിള്ളേരാകുമ്പോൾ അങ്ങ് പറഞ്ഞോളൂ. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.